ഹായ്, ഇന്ന് നമുക്ക് മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളറിൻ്റെ അടുത്ത പാർട്ട് നോക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് എന്താണ്? ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു. അപ്പോൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ്. ഇനി നമുക്ക് ഇന്ന് നോക്കാനുള്ളത് കുറച്ച് ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് ആണ്, അല്ലെങ്കിൽ ബ്രാഞ്ചിങ് ഓർ പ്രോഗ്രാം എക്സിക്യൂഷൻ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് എന്നും പറയും. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ടിലേക്ക് ആ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിക്കാം. അപ്പോൾ ഈ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, കണ്ടീഷണൽ ഉണ്ട്, അൺകണ്ടീഷണലും ഉണ്ട്. അപ്പോൾ ചില കണ്ടീഷൻസ് ചെക്ക് ചെയ്തിട്ട് മാത്രം ആ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ മാറ്റുന്നതാണ് എന്ത്, കണ്ടീഷണൽ ബ്രാഞ്ചിങ്. അഥവാ കണ്ടീഷൻസ് ഒന്നും ചെക്ക് ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാം. ഇപ്പം നോക്കിക്കേ, ദീസ് ഇൻസ്ട്രക്ഷൻസ് ക്യാൻ കോസ് change in the sequence of the execution of instructions. This change can be a conditional or sometimes unconditional. The conditions are represented by flags. Conditional ആണെങ്കിൽ അതെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫ്ലാഗ്സ് വഴിയായിരിക്കും. അപ്പം നമുക്ക് ഫസ്റ്റ് കുറച്ച് അൺകണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് നോക്കാം. ഇതെല്ലാം അൺകണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് ആണ്. കോൾ, റിട്ടേൺ ഒക്കെ. അപ്പം കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. കോൾ എന്ന് പറഞ്ഞാൽ കോൾ കഴിഞ്ഞിട്ട് നമ്മൾ ഡെസ്റ്റിനേഷൻ കൊടുക്കുക. അപ്പോൾ എന്താ ചെയ്യുക, ദിസ് ഇൻസ്ട്രക്ഷൻ ഈസ് യൂസ് ടു കോൾ എ സബ് റൂട്ടീൻ ഓർ ഫംഗ്ഷൻ ഓർ പ്രൊസീജിയർ. അപ്പോൾ നമുക്ക് വേറൊരു സബ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോൾ എന്താണ് നമുക്ക് വിളിക്കേണ്ടത്, അതിൻ്റെ അഡ്രസ്സ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ദ അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ആഫ്റ്റർ കോൾ ഈസ് സേവ്ഡ് ഓൺ ടു സ്റ്റാക്ക്. അപ്പോൾ നമ്മൾ ഈ കോൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അടുത്ത ഇൻസ്ട്രക്ഷൻ എവിടേക്ക് സേവ് ആവും, സ്റ്റാക്കിലേക്ക് സേവ് ആവും. ഓക്കെ ആണല്ലോ. അപ്പോൾ കോൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് അടുത്ത അഡ്രസ്സ് സ്റ്റാക്കിലോട്ട് ഓട്ടോമാറ്റിക്കലി എന്താവും, സേവ് ആവും. ദെൻ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഈസ് റിട്ടേൺ. റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് റിട്ടേൺസ് ദ കൺട്രോൾ ഫ്രം പ്രൊസീജിയർ ടു കോളിംഗ് പ്രോഗ്രാം. അപ്പം റിട്ടേൺ എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക അല്ലേ. അപ്പോൾ ആ പ്രൊസീജിയർ എന്താണോ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യാനായിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, റിട്ടേൺ എന്നുള്ള ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഒരു കോൾ കഴിഞ്ഞാൽ എപ്പോഴും എന്തുണ്ടാവും, ഒരു റിട്ടേൺ ഇൻസ്ട്രക്ഷൻ കാണും. എവറി കോൾ ഇൻസ്ട്രക്ഷൻ ഷുഡ് ഹാവ് എ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ കോൾ എന്ന് പറഞ്ഞിട്ട് ആ സബ് ഫംഗ്ഷൻ അല്ലെങ്കിൽ സബ് റൂട്ടീൻ പോയി എക്സിക്യൂട്ട് ചെയ്തിട്ട് തിരിച്ച് റിട്ടേൺ ചെയ്യാനായിട്ട് നമ്മൾ എവിടെ നിന്നാണോ കോളിലേക്ക് പോയത് അവിടുന്ന് തിരിച്ച് റിട്ടേൺ ചെയ്യാനായിട്ട് നമുക്ക് അവിടെ ഒരു റിട്ടേൺ ഇൻസ്ട്രക്ഷനും അവിടെ കൊടുക്കണം. അപ്പോൾ കോൾ, റിട്ടേൺ എന്നുള്ളത് രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഒരു അൺകണ്ടീഷണൽ ഇൻസ്ട്രക്ഷനാണ് ലൂപ്പ് ഇൻസ്ട്രക്ഷൻ. അതാണ് ലൂപ്പ് ഡെസ്റ്റിനേഷൻ. അതായത് നമുക്ക് ഒരു ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ, അതിനാണ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പം CX എന്നുള്ള രജിസ്റ്ററിൽ എത്ര തവണ നമുക്ക് ലൂപ്പ് ചെയ്യേണ്ട പ്രോഗ്രാം എത്ര തവണ റിപ്പീറ്റ് ചെയ്യണമെന്നുള്ളത് CX രജിസ്റ്ററിൽ കൗണ്ടറായിട്ട് സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ 10 തവണയാണെങ്കിൽ 10 തൊട്ട് 0 വരെ ആവുന്നവരെ ആ പർട്ടിക്കുലർ പ്രോഗ്രാം എന്ത് ചെയ്യും, ഇങ്ങനെ ഐട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് എന്ത്, ലൂപ്പ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ നമ്മുടെ ദിസ് ഈസ് എ ലൂപ്പിംഗ് ഇൻസ്ട്രക്ഷൻ. The number of times looping is required is placed in the CX register. With each iteration, the contents of CX are decremented. 0 flag is checked whether to loop again or not. അപ്പോൾ CF എന്നുള്ളത് ഓരോ ഐട്രേഷൻ കഴിയുമ്പോഴും CXലെ വാല്യൂസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് 0 ആകുമ്പോഴത്തേക്കും CXലെ കൗണ്ട് 0 ആകുമ്പോഴത്തേക്കും 0 ഫ്ലാഗ് സെറ്റ് ചെയ്യും. അപ്പോഴത്തേക്കും ലൂപ്പിംഗ് എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. അതാണ് എന്ത്, ലൂപ്പ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഒരു അൺകണ്ടീഷണൽ ഇൻസ്ട്രക്ഷനാണ് ഇൻറ്റ് ഒ. ഇൻറ്റ് ഒ മീൻസ് ഇൻട്രപ്റ്റ് ഓൺ ഓവർഫ്ലോ. അപ്പോൾ ഇത് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ, ദിസ് കമാൻഡ് ഈസ് എക്സിക്യൂട്ടഡ് വെൻ ദ ഓവർഫ്ലോ ഫ്ലാഗ് ഈസ് സെറ്റ്. OF എന്നുള്ള ഫ്ലാഗ് രജിസ്റ്ററിലെ ഫ്ലാഗ് സെറ്റ് ആകുമ്പോഴാണ് നമ്മൾ ഈ ഒരു കമാൻഡ് എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇതൊരു ടൈപ്പ് 4 ഇൻട്രപ്റ്റ് ഇൻസ്ട്രക്ഷൻ ആണ്. ടൈപ്പ് 4 നമ്മൾ ഇൻട്രപ്റ്റ്സിന് പഠിക്കും. ആ സെറ്റിൽ വരുന്ന ടൈപ്പ് 4 ഇൻട്രപ്റ്റ്സിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ് എന്ത്, ഇൻട്രപ്റ്റ് ഓൺ ഓവർഫ്ലോ. അപ്പോൾ ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ടൈപ്പ് 4 ഇൻട്രപ്റ്റിൻ്റെ സെയിം വർക്കിംഗ് ഉള്ള ഒരു ഇൻസ്ട്രക്ഷനാണ് എന്ത്,
ഇൻറ്റ് ഒ. അപ്പോൾ ഇൻറ്റ് ഒ അപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഈസ് ഐ റിട്ടേൺ. ഐ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇൻട്രപ്റ്റ് റിട്ടേൺ, അതായത് റിട്ടേൺ ഫ്രം ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ. അതായത് ഇൻട്രപ്റ്റ് വരുമ്പോഴത്തേക്കും യുപിക്ക് ഒരു ഇൻട്രപ്റ്റ് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ പോയി എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അത് ചെയ്തതിന് ശേഷം എങ്ങോട്ടേക്കാണ് തിരിച്ചു വരേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ ഇൻട്രപ്റ്റ് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ആ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി അവിടെ പോകും. അവിടെ പോയിട്ട് അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റാക്കിലേക്ക് വന്നിട്ട് എവിടെയാണ് ഇനി നമ്മുടെ നോർമൽ എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ആരാണ്? ഐ റിട്ടേൺ കൊടുക്കുമ്പോഴാണ്. ഐ റിട്ടേൺ കൊടുക്കുമ്പോൾ ഇൻട്രപ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് സ്റ്റാക്കിൽ പോയി ഇനി ബാക്കി കണ്ടിന്യൂ ചെയ്തോളൂ എന്ന് പറയും. ഓക്കെ, അതാണ് ഐ റിട്ടേൺ ഫംഗ്ഷൻ, ടു റിട്ടേൺ ദി എക്സിക്യൂഷൻ ടു ദി ഇൻട്രപ്റ്റഡ് പ്രോഗ്രാം. ഇതിനകത്ത് തന്നെ പറയേണ്ട വേറൊരു ഇൻസ്ട്രക്ഷനാണ് ഇൻറ്റ് ടൈപ്പ് എൻ. അപ്പോൾ നമ്മൾ ഇൻട്രപ്റ്റ് സൈക്കിൾ ഓഫ് 8086 പഠിക്കും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിനകത്ത് 8086-നകത്ത് 256 ഇൻട്രപ്റ്റ്സ് ആണുള്ളത്. അപ്പോൾ ഈ 256 ഇൻട്രപ്റ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്? ഒരു ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻറ്റ് ടൈപ്പ് 4, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻറ്റ് ടൈപ്പ് 4 അല്ലെങ്കിൽ ഇൻറ്റ് ടൈപ്പ് 2, ഇൻറ്റ് ടൈപ്പ് 3 അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ആ കറസ്പോണ്ടിങ് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ ഒരു സീക്വൻസ് ഓഫ് ഓപ്പറേഷനിലൂടെ അത് എക്സിക്യൂട്ട് ചെയ്യും. അതാണ് എന്ത്? ഇൻറ്റ് ടൈപ്പ് എൻ എന്നുള്ള എക്സിക്യൂഷൻ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷന് തന്നെ ജമ്പാണ്. ജമ്പ് തന്നെ നമുക്കറിയാം കണ്ടീഷണൽ ജമ്പും ഉണ്ട്, അൺകണ്ടീഷണൽ ജമ്പും ഉണ്ട്. അപ്പം അൺകണ്ടീഷണൽ ജമ്പാണെന്നുണ്ടെങ്കിൽ JMP എന്ന് കൊടുത്താൽ മതി. അപ്പം അതെന്തിനായിരിക്കും ജമ്പ്? ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ. ദിസ് ഇൻസ്ട്രക്ഷൻ ഈസ് യൂസ്ഡ് ഫോർ അൺകണ്ടീഷണൽ ജമ്പ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക്. അപ്പോൾ ഒരു പ്രോഗ്രാം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പം ജമ്പ് എന്ന് കൊടുക്കുമ്പോഴത്തേക്കും ജമ്പ് ഡെസ്റ്റിനേഷൻ എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ ഡെസ്റ്റിനേഷൻ എവിടെയാണോ അവിടെ തൊട്ടായിരിക്കും. അപ്പോൾ അത് അൺകണ്ടീഷണൽ ജമ്പിൻ്റെയാണ് JMP. അതുപോലെ കണ്ടീഷണൽ ജമ്പുണ്ട്. അപ്പോൾ കണ്ടീഷണൽ ജമ്പ് എന്ന് പറയുമ്പോൾ കുറേ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അത് നമ്മൾ ഫോർമാറ്റ് XX ഈ ഫ്ലാഗ് അനുസരിച്ച് ഓരോന്ന് ഇങ്ങനെ വേരി ചെയ്ത് വരും. ഓൾ ദ കണ്ടീഷണൽ ജംപ്സ് ഫോളോ സം കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ എനി ഇൻസ്ട്രക്ഷൻ അഫക്ട്സ് ദി ഫ്ലാഗ് അല്ലേ. നെക്സ്റ്റ് നോക്കിക്കേ, നമുക്ക് ഈ കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസിൻ്റെ ഒരു ടേബിൾ ഒന്ന് നോക്കാം. നിങ്ങളത് എന്താണ്, ആ പേര് കാണുമ്പോൾ എന്താ ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ JZ ഓർ JE എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നിട്ട് നമ്മൾ ലേബൽ കൊടുക്കുക. അപ്പോൾ എന്താ? ട്രാൻസ്ഫർ എക്സിക്യൂഷൻ കൺട്രോൾ ടു അഡ്രസ് ലേബൽ ഇഫ് 0 ഫ്ലാഗ് ഇസ് സെറ്റ് ടു 1. അപ്പോൾ 0 ഫ്ലാഗ് 1 ആകുമ്പോഴത്തേക്കും ആ ലേബലിലേക്ക് എന്ത് ചെയ്യുക? ഓട്ടോമാറ്റിക്കലി ജമ്പ് ആവും. അപ്പോൾ അവിടെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്, എന്താണ്? 0 ഫ്ലാഗ് 1 ആണോ എന്നുള്ളത്. ദെൻ ജമ്പ് നോൺ സീറോ ഓർ NE. അപ്പോൾ എന്താണ്? അവിടെയും കണ്ടീഷൻ എന്താണ്? 0 ഫ്ലാഗ് 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. ദെൻ എന്താണ്? JS എന്ന് പറഞ്ഞാൽ ആ ലേബിലേക്ക് എപ്പോഴാണ് പോകുന്നത്? സൈൻ ഫ്ലാഗ് സെറ്റ് ചെയ്യുമ്പോൾ. സൈൻ ഫ്ലാഗ് സെറ്റ് ചെയ്യാത്തപ്പം JNS. ദെൻ ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ചെയ്യുവാണെങ്കിൽ JO. ദെൻ ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ JNO എക്സിക്യൂട്ട് ചെയ്യുന്ന വെച്ചാൽ ആ ലേബലിലേക്ക് പോകും. O=0 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലേബലിലേക്ക് ജമ്പ് ചെയ്യും. ദെൻ JP ഓർ JP എന്ന് പറഞ്ഞാൽ എന്താണ്? പാരിറ്റി ഫ്ലാഗ് 1 ആകുമ്പോഴത്തേക്കും JP ഓർ JP, പാരിറ്റി ഫ്ലാഗ് 0 ആകുമ്പോഴത്തേക്കും JNP, ദെൻ JB, JNAE ഓർ JC. ഇതെല്ലാം എപ്പോഴാണ്? ഇതെല്ലാം എന്തിന് ഇക്വലൻ്റ് ആണ്? ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്യുമ്പോഴുള്ള ഇൻസ്ട്രക്ഷനാണ്. ദെൻ ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്യാത്തപ്പം JNB ഓർ JAE ഓർ JNC, നോൺ ക്യാരി എന്നുള്ളതാണ്, നോൺ ബോറോ. അപ്പം അതാണ് എന്ത്? ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്യാത്തത്. ദെൻ എന്താണ്? JBE ഓർ JNA. ക്യാരി ഫ്ലാഗും 0 ഫ്ലാഗും സെറ്റ് ചെയ്യുമ്പം എന്താണ്? എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനാണ് JBE ഓർ JNA ലേബൽ. ദെൻ അതിൻ്റെ 0 ഫ്ലാഗും ക്യാരി ഫ്ലാഗും സെറ്റ് ചെയ്യാത്തപ്പം റീസെറ്റ് ചെയ്യുമ്പോൾ ഉള്ളതാണ് എന്ത്?
JNBE or JL. Then JL bar JNGE label. ഇവിടെ എപ്പോഴാണ് ട്രാൻസ്ഫർ എക്സിക്യൂഷൻ കൺട്രോൾ ടു ലേബൽ ഇഫ് നെയ്തർ സീറോ സൈൻ ഫ്ലാഗ് നോർ ഓക്സിലറി ക്യാരി ഫ്ലാഗ് ഈക്വൽ ടു 1. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തപ്പോഴാണ് അത് വർക്ക് ചെയ്യുന്നത്. ദെൻ JNL JG എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇഫ് നെയ്തർ SF ഈക്വൽ ടു 0 നോർ OF ഈക്വൽ ടു 0. ദെൻ JLE ഓർ JNC എപ്പോഴാണ് if ZF equal to 1 or neither SF nor OF is 1. അപ്പോൾ ആ കണ്ടീഷൻസ് അത് അതുപോലെ നോക്കി വെക്കുക. ദെൻ JNLE JE അതെപ്പോഴാണ് പോകുന്നത്? സെറ്റ് സീറോ ഫ്ലാഗ് 0 ആവുക, അല്ലെങ്കിൽ എന്താണ് അറ്റ്ലീസ്റ്റ് എനി വൺ ഓഫ് സൈൻ ഫ്ലാഗ് ആൻഡ് ഓവർഫ്ലോ ഫ്ലാഗ് ഈസ് 1. ബോത്ത് SF ആൻഡ് OF ആർ നോട്ട് 0. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ചെക്ക് ചെയ്തിട്ട് ആ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ലേബൽ, ആ ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ച് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പോകുന്നത്. നെക്സ്റ്റ് കുറച്ച് മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് ആണ്. HLT, NOP, വെയിറ്റ്, ലോക്ക് അല്ലേ? HLT എന്ന് പറഞ്ഞാൽ ഹോൾട്ട് എന്നാണ്. ഹോൾട്ട് മീൻസ് stop the processor. It causes the processor to enter into the halt state. It can be stopped by INTR, NMI or reset pin. അപ്പോൾ നമുക്ക് ഏതെങ്കിലും രീതിയിൽ മ്യൂപ്പിനെ ഈ 3 രീതിയിൽ, ഒന്നുകിൽ ഇൻട്രപ്റ്റ് എന്നുള്ള INTR എന്നുള്ള പിന്ന്, അല്ലെങ്കിൽ NMI എന്നുള്ള പിന്ന്, അല്ലെങ്കിൽ റീസെറ്റ് പിന്ന്, ഈ 3 പിന്നിൽ കൂടെ നമുക്ക് ഇത് പ്രോസസ്സറിനെ ഹോൾട്ട് ചെയ്യിക്കാൻ പറ്റും. നെക്സ്റ്റ് ഇസ് നോ ഓപ്പറേഷൻ ഓർ NOP. It causes the processor to enter into the wait state for 3 clock cycles. അപ്പോൾ കുറച്ച് നേരത്തേക്ക് മ്യൂപ്പി വെയിറ്റ് ചെയ്യിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷനാണ് NOP. നെക്സ്റ്റ് വെയിറ്റ്. ഇറ്റ് കോസസ് ദ പ്രോസസ് ടു എൻ്റർ ഇൻ ടു ദി ഐഡിയൽ സ്റ്റേറ്റ്, ക്യാൻ ബി സ്റ്റോപ്പ് ബൈ ടെസ്റ്റ് INTR ഓർ NMI പിൻ. അപ്പോൾ നമുക്ക് ഈ പിന്നിനെ ഇനേബിൾ ചെയ്യിക്കാനായിട്ട് ഈ ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിക്കാം. ദെൻ ലോക്ക്. ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഇൻസ്ട്രക്ഷൻ പ്രിവെൻറ്റ്സ് അതർ പ്രോസസ്സേഴ്സ് ടു ടേക്ക് ദ കൺട്രോൾ ഓഫ് ഷെയർഡ് റിസോഴ്സസ്. എക്സാമ്പിൾ ലോക്ക് ഇൻ AL 80H. അപ്പോൾ അതൊരു ഇൻസ്ട്രക്ഷനാണ്, ലോക്ക് ഇൻ AL, 80H. അപ്പോൾ എന്താ ചെയ്യുന്നത്? വേറെ പ്രോസസ്സേഴ്സ് ഈ മ്യൂപ്പിയിലേക്കുള്ള കൺട്രോള് എടുക്കാതിരിക്കാൻ സഹായിക്കുന്ന ഇൻസ്ട്രക്ഷനാണ് എന്ത്? ലോക്ക് ഇൻസ്ട്രക്ഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് നമുക്കറിയാം, നമുക്ക് മ്യൂപ്പിയിൽ ഹാർഡ്വെയർ ആയിട്ട് കുറച്ച് രീതിയിൽ ആ കറസ്പോണ്ടിങ് പിൻസിന് നമ്മൾ സിഗ്നൽ കൊടുക്കുന്നതനുസരിച്ച് മ്യൂപ്പിയെ വെയിറ്റ് ചെയ്യിക്കുകയും ഹോൾട്ട് ചെയ്യിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ നമുക്ക് ഇൻസ്ട്രക്ഷൻ വഴി സോഫ്റ്റ്വെയർ പ്രോഗ്രാമിലൂടെയും അങ്ങനെ ചെയ്യാം. അതാണ് മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്. നെക്സ്റ്റ് ഇസ് ഫ്ലാഗ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻ. ഫ്ലാഗ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞാൽ ഫ്ലാഗ് എന്ന് പറയുന്നത് നമുക്കറിയാം 16-bit രജിസ്റ്റർ ആണ്. അതിനകത്തുള്ള വാല്യൂസിനെ നമുക്ക് ഇൻസ്ട്രക്ഷൻ വഴി എന്ത് ചെയ്യാം? അറേഞ്ച് ചെയ്യാം. അതാണ് ഫ്ലാഗ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻസ്. ഫസ്റ്റ് വൺ എന്താണ്? STC. STC എന്ന് പറഞ്ഞാൽ സെറ്റ് ക്യാരി ഫ്ലാഗ്. സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താ? 1ലേക്ക് ആക്കുക. അപ്പോൾ ക്യാരി ഫ്ലാഗ് എന്നുള്ള ആ ബിറ്റ് 1ലേക്ക് സെറ്റ് ചെയ്യുക, സെറ്റ് ക്യാരി ഫ്ലാഗ്. ദെൻ CLC എന്താണ്? ഇറ്റ് ക്ലിയേഴ്സ് ദി ക്യാരി ഫ്ലാഗ്. അപ്പോൾ ക്യാരി ഫ്ലാഗിനെ ക്ലിയർ ചെയ്യാനായിട്ട് CLC. പിന്നെ ഒരെണ്ണമുണ്ട് CMC. CMC എന്താണ്? ഇറ്റ് കോംപ്ലിമെൻറ്റ്സ് ദി ക്യാരി ഫ്ലാഗ്. അപ്പോൾ ക്യാരി ഫ്ലാഗിൽ 1 ആണെങ്കിൽ 0 ആവും, 0 ആണെങ്കിൽ എന്താവും? 1 ആവും. അടുത്ത എന്താണ്? STD. ഇറ്റ് സെറ്റ്സ് ദി ഡയറക്ഷൻ ഫ്ലാഗ് ടു 1. ഡയറക്ഷൻ ഫ്ലാഗിന് 1 ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ STD ഉപയോഗിക്കും. ഇഫ് ഇറ്റ് ഇസ് സെറ്റ്, സ്ട്രിംഗ് ബൈറ്റ്സ് ആർ ആക്സസ്ഡ് ഫ്രം ഹയർ മെമ്മറി അഡ്രസ് ടു ലോവർ മെമ്മറി അഡ്രസ്. അപ്പോൾ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹയറിൽ നിന്ന് ലോവർ ഓർഡറിലോട്ടായിരിക്കും സ്ട്രിങ്ങിനെ എന്ത് ചെയ്യുക? ആക്സസ് ചെയ്യുന്നത്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ഓർ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ, ഹലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ട്രിങ് ആണ്. അപ്പോൾ അതിന് എടുക്കേണ്ട ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ ഡയറക്ഷൻ ഫ്ലാഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും എടുക്കുന്നത്. ദെൻ
CLD എന്നാണ് ക്ലിയർ ഡയറക്ഷൻ ഫ്ലാഗ്. ഡയറക്ഷൻ ഫ്ലാഗിൻ്റെ വാല്യൂ 0 ആക്കുന്നതാണ് CLD. ഇഫ് ഇറ്റ് ഈസ് റീസെറ്റ് ദ സ്ട്രിംഗ് ബൈറ്റ്സ് ആർ ആക്സസ്ഡ് ഫ്രം ലോവർ മെമ്മറി അഡ്രസ് ടു ഹയർ മെമ്മറി അഡ്രസ്. അപ്പം ഇതിന് നേരെ ഓപ്പോസിറ്റ് ഫങ്ഷൻ ചെയ്യുന്നതാണ് എന്ത്? CLD. ലോവർ മെമ്മറി അഡ്രസ്സിൽ നിന്ന് ഹയർ മെമ്മറി അഡ്രസ്സിലേക്ക് എടുക്കുന്നതാണ് എന്ത്? CLD. നെക്സ്റ്റ് STI. STI എന്ന് പറഞ്ഞാൽ സെറ്റ് ഇൻട്രപ്റ്റ്. CLI മീൻസ് ക്ലിയർ ഇൻട്രപ്റ്റ്. അപ്പോൾ ഇൻട്രപ്റ്റ് ഫ്ലാഗ് സെറ്റ് ചെയ്യാനായിട്ട് STI എന്നുള്ള ഇൻസ്ട്രക്ഷൻ നമുക്ക് പ്രോഗ്രാമിൽ കൊടുക്കാം. അതുപോലെ ക്ലിയർ ചെയ്യാനായിട്ട് CLI എന്നുള്ള ഇൻസ്ട്രക്ഷനും കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഈ ഗ്രൂപ്പിൽ പഠിക്കേണ്ടത് ഷിഫ്റ്റ് ആൻഡ് റൊട്ടേറ്റ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ നമുക്ക് ഒരു രജിസ്റ്ററിലെ കണ്ടൻറ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യിക്കണം, അല്ലെങ്കിൽ ബിറ്റ് വൈസ് വെച്ചിട്ട് ഷിഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്യിക്കണം. ഇതിനൊക്കെ നമ്മൾ കുറേ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിക്കും. അതിലൊന്നാണ് SHL ഓർ SAL, ഡെസ്റ്റിനേഷൻ കൗണ്ട്. അപ്പോൾ ആ പേരെന്താണ്? ഷിഫ്റ്റ് ലെഫ്റ്റ് ഓർ ഷിഫ്റ്റ് അരിത്തമാറ്റിക് ലെഫ്റ്റ് ഡെസ്റ്റിനേഷൻ കൗണ്ട്. അപ്പോൾ നമുക്ക് ആ ഡെസ്റ്റിനേഷൻ എന്നുള്ളത് ഒരു മെമ്മറി ലൊക്കേഷനോ അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും രജിസ്റ്ററോ ആവാം. അല്ലാതെ ഒരിക്കലും ഒരു ഇമ്മീഡിയറ്റ് ഡേറ്റേനെ അവിടെ കൊടുക്കാൻ പറ്റത്തില്ല. ആ രജിസ്റ്ററിലോ മെമ്മറി ലൊക്കേഷനിലോ കണ്ടൻറ്റ് എടുത്തിട്ട് അതെന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യിക്കും. ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതനുസരിച്ച് LSBയിൽ എന്ത് വരും? സീറോസ് വന്നുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് ഒരു തവണ ഷിഫ്റ്റ് ചെയ്താൽ മതിയെങ്കിൽ ആ കൗണ്ട് 1 എന്ന് അവിടെ കൊടുക്കുക. ഒന്നിൽ കൂടുതൽ തവണ ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ CL രജിസ്റ്ററിൽ എത്ര തവണ ഷിഫ്റ്റ് ചെയ്യണമെന്നുള്ളത് അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ LSBയിൽ സീറോസ് ഇടുന്നതനുസരിച്ച് MSB ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും അല്ലേ? അപ്പോൾ ആ MSBയിലുള്ള വാല്യൂ എന്താ? ക്യാരി ഫ്ലാഗിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ? അതാണ് ഈ ഷിഫ്റ്റ് ലെഫ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഇറ്റ് ഷിഫ്റ്റ് ബിറ്റ്സ് ഓഫ് ബൈറ്റ് ഓർ വേർഡ് ലെഫ്റ്റ് ബൈ കൗണ്ട്. ഇറ്റ് പുട്ട് 0 ഇൻ LSB. Then എന്താണ്? MSB shifted into carry flag. If the number of bits desired to be shifted is 1, then the immediate number 1 can be written in count. If the number of bits shifted is more than 1, then the count is put in CL register and resend bit to the carry flag. അപ്പം അവസാന ഷിഫ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന ബിറ്റ് ക്യാരി ഫ്ലാഗിൽ ആ MSB ക്യാരി ഫ്ലാഗിലോട്ട് കിടക്കും. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ബിറ്റ് പൊസിഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഓപ്പറൻറ്റ്. ഇപ്പോൾ ഓപ്പറൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 16 ബിറ്റ് നമ്പറാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് അതിൻ്റെ പൊസിഷൻ കൊടുത്തേക്കുന്നു. LSB 0, 1, 2, 3, 4 അപ് ടു MSB 15, 0 to 15 വരെയുള്ള 16 ബിറ്റ് നമ്പർ. ദെൻ ക്യാരി ഫ്ലാഗും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഒരു പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഈ ലെഫ്റ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഈ 1 അങ്ങ് ക്യാരി ഫ്ലാഗിലോട്ട് പോവും. ദെൻ അതുപോലെ ഈ ഫുൾ വാല്യൂസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ എന്ത് ഇൻസേർട്ട് ചെയ്യും? ഒരു 0. LSBയിലോട്ടൊരു 0 ഇൻസേർട്ട് ചെയ്യും. ബാക്കി കംപ്ലീറ്റ് ലെഫ്റ്റിലോട്ട് അങ്ങ് മൂവ് ചെയ്യും. ഈ അറ്റത്തുള്ളത് എങ്ങോട്ടേക്ക് പോവും? ക്യാരി ഫ്ലാഗിലേക്ക് പോകും. ഇനി ഒന്നും കൂടെ ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ വീണ്ടും ഒരു 0 LSBയിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും അത് ഷിഫ്റ്റ് ചെയ്യും. അപ്പോഴത്തേക്കും ഇവിടെ എന്താണോ ഉള്ളത് അത് ഇങ്ങോട്ട് ക്യാരി ഫ്ലാഗിലേക്ക് പോകും. ഓക്കെ ആണല്ലോ? അപ്പോൾ അങ്ങനെ എത്ര തവണ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യിക്കാം. ഇതാണ് ഷിഫ്റ്റ് ലെഫ്റ്റ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഷിഫ്റ്റ് അരിത്തമാറ്റിക് ലെഫ്റ്റ് ഇൻസ്ട്രക്ഷൻ. നെക്സ്റ്റ് നോക്കിക്കേ, ഷിഫ്റ്റ് റൈറ്റ് ഓർ ഷിഫ്റ്റ് അരിത്തമാറ്റിക് റൈറ്റ്. അപ്പോൾ ഇത് സെയിം പ്രോസസ്സാണ്. നമുക്ക് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിന് നേരത്തെ എങ്ങനെയായിരുന്നു? ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പം റൈറ്റിൽ സീറോസ് ഇട്ട് കൊടുക്കും അല്ലേ? അപ്പോൾ LSBസിൽ സീറോസ് ഇട്ട് കൊടുക്കുമ്പം MSBയിലേക്ക് മൂവ് ചെയ്യും. ഇവിടെ നേരെ തിരിച്ചാണ്. MSBയിൽ സീറോസ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും LSBയിലേക്ക് മൂവ് ചെയ്യും. പിന്നെ ഇവിടുത്തെ MSB നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും MSBയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. MSB എന്ന് പറഞ്ഞാൽ സൈൻ ബിറ്റ് വേണമെങ്കിലും ആവാം. അതുകൊണ്ട് ഇതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഷിഫ്റ്റ് റൈറ്റും ഷിഫ്റ്റ് അരിത്തമാറ്റിക് റൈറ്റും. ഷിഫ്റ്റ് റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ MSBയിൽ നമ്മൾ സീറോസ് ആയിരിക്കും ഇട്ട് കൊടുക്കുന്നത്. ഷിഫ്റ്റ് അരിത്തമാറ്റിക് റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ സൈൻ ബിറ്റ് ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്? ഷിഫ്റ്റ് ആവുന്നത്.
പിന്നെ LSB ഷിഫ്റ്റഡ് ടു LSB എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും? ക്യാരി ഫ്ലാഗിൽ. നേരത്തെ പോലെ തന്നെ ഇങ്ങേ അറ്റത്തുള്ളത് ക്യാരി ഫ്ലാഗിലോട്ട് മറ്റേടുത്ത് MSB ആയിരുന്നു ക്യാരി ഫ്ലാഗിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഒരെണ്ണം ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ 1 എന്ന് അവിടെ കൊടുക്കുക. ഒന്നിൽ കൂടുതൽ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ CL രജിസ്റ്ററിൽ ആ കൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കുക. നോക്കിക്കേ, ഒരു എക്സാമ്പിൾ നോക്കിക്കേ. SHR ഇൻസ്ട്രക്ഷൻ, വെറും ഷിഫ്റ്റ് റൈറ്റ്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഇതാണ് MSB, ഇതാണെന്ത്? LSB. അപ്പോൾ ഈ MSBയിലേക്ക് എന്ത് ഇൻസേർട്ട് ചെയ്യും? സീറോസ് ഇൻസേർട്ട് ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ഇങ്ങോട്ടേക്ക് ഇവിടെ ക്യാരി ഫ്ലാഗിലേക്ക് ഇത് മൂവ് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് MSB 15th പൊസിഷൻ, ഇത് 0th പൊസിഷൻ. LSB മൂവ് ചെയ്ത് ക്യാരി ഫ്ലാഗിലേക്ക് പോവും. MSBയിൽ സീറോസ് ഇൻസേർട്ട് ചെയ്യും. കൗണ്ട് 2 കൊടുത്താൽ വീണ്ടും ഇവിടെ 0 അടുത്ത് ഇൻസേർട്ട് ചെയ്യും. ഈ വാല്യൂ ഷിഫ്റ്റ് ചെയ്തിട്ട് ക്യാരി ഫ്ലാഗിലോട്ട് പോകും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് എന്താണ്? SAR ഷിഫ്റ്റ് അരിത്തമാറ്റിക് റൈറ്റ്. ഷിഫ്റ്റ് അരിത്തമാറ്റിക് റൈറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ ഒരു സൈൻ ബിറ്റ് ഉണ്ട്, 1 ഉണ്ട് അല്ലേ? 1 എന്നുള്ള ബിറ്റ്, 1 എന്നുള്ളത് സൈൻ ബിറ്റാണ്. അപ്പോൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കാണിക്കുന്നത്. അപ്പോൾ ആ 1നെ എന്ത് ചെയ്യും? അങ്ങോട്ടേക്ക് അങ്ങ് ഷിഫ്റ്റ് ആവും ഒരു ഷിഫ്റ്റിൻ്റെ കേസിൽ. പിന്നെ ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നത് ആ സൈൻ ബിറ്റ് നോക്കി. ഇവിടെ സൈൻ ബിറ്റ് 1 ആയതുകൊണ്ട് ആ 1 ആയിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത്? ഇൻസേർട്ട് ചെയ്യുന്നത്. ബാക്കിയെല്ലാം നോർമൽ രീതിയിൽ തന്നെ ഈ MSB അങ്ങോട്ടങ്ങ് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു LSB വരും, അത് ക്യാരി ഫ്ലാഗിലോട്ട് പോകും. വീണ്ടും ഒന്നും കൂടി ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത എന്താണ്? സൈൻ ബിറ്റ് നോക്കും. അത് 1 ആണെന്നുണ്ടെങ്കിൽ ആ 1 ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഇൻസേർട്ട് ചെയ്ത് വീണ്ടും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ സീറോസ് ആണ് ഇൻസേർട്ട് ചെയ്യുന്നത്, ഇവിടെ എന്താണ്? സൈൻ ബിറ്റ് ആണ് ഇൻസേർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് റൊട്ടേറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ്. റൊട്ടേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 4 ടൈപ്പാണ്. റൊട്ടേറ്റ് റൈറ്റ്, റൊട്ടേറ്റ് ലെഫ്റ്റ്, ദെൻ റൊട്ടേറ്റ് റൈറ്റ് വിത്ത് ക്യാരി, റൊട്ടേറ്റ് റൈറ്റ് വിത്ത് റൊട്ടേറ്റ് ലെഫ്റ്റ് വിത്ത് ക്യാരി. അപ്പം വിത്ത് ക്യാരി ഉണ്ട്, വിത്തൗട്ട് ക്യാരി ഉണ്ട്. അപ്പോൾ വിത്തൗട്ട് ക്യാരി എന്ന് പറഞ്ഞാൽ ക്യാരി ഫ്ലാഗിൽ കയറാതെ റൊട്ടേറ്റ് ചെയ്യിക്കുക റൈറ്റിലോട്ട്, ദെൻ ക്യാരി ഫ്ലാഗിൽ കയറാതെ ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യിക്കുക, ദെൻ ക്യാരി ഫ്ലാഗ് ഇൻക്ലൂഡ് ചെയ്ത് റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യിക്കുക, ക്യാരി ഫ്ലാഗ് എക്സ്ക്ലൂഡ് ചെയ്ത് റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യിക്കുക, ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യിക്കുക. അങ്ങനെ 4 ടൈപ്പാണുള്ളത്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ നോക്കി. ഫസ്റ്റ് വൺ എന്താ? ROR ഡെസ്റ്റിനേഷൻ കൗണ്ട്. അപ്പോൾ നമുക്ക് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ 1 കൊടുക്കുക. അതിൽ കൂടുതൽ തവണ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കൗണ്ട് CL രജിസ്റ്ററിൽ കൊടുക്കുക. നെക്സ്റ്റ് നോക്കിക്കേ, ഒരു എക്സാമ്പിൾ നോക്കിയേ. ഇതാണ് റൊട്ടേറ്റ് റൈറ്റ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ നമുക്കൊരു ഓപ്പറാൻഡ് ഉണ്ട്, 16 ബിറ്റ് ഓപ്പറാൻഡ് ഉണ്ട്. ഇപ്പോൾ ക്യാരി ഫ്ലാഗ് എന്തും ആയിക്കോട്ടെ, അതവിടെ കിടപ്പുണ്ട്. ഇനി എന്താ ചെയ്യുക? റൊട്ടേറ്റ് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക അല്ലേ? അപ്പോൾ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് ഈ വാല്യൂ ഇങ്ങ് വരും, കണ്ടോ? 1. ഈ LSBയിലുള്ള 1 ഇങ്ങ് വന്നു ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ. അടുത്ത തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും 0 അടുത്ത LSBയിലുള്ള 0 ഇങ്ങോട്ടേക്ക് വരും, കണ്ടോ? ഇതനുസരിച്ച് അങ്ങോട്ട് പോകും. റൊട്ടേറ്റ് റൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ ഇങ്ങനെ റൈറ്റിലോട്ട് ഇവിടുന്ന് LSBയിൽ നിന്ന് വന്ന് MSBയിലോട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു പോകും, ക്യാരി ഫ്ലാഗിൽ കയറാതെ. അതാണ് നടക്കുന്നത്. എത്രത്തോളം വീണ്ടും അടുത്ത റൊട്ടേറ്റ് കൊടുത്താൽ വീണ്ടും ആ പൊസിഷൻ ഇങ്ങോട്ട് റൈറ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായിരിക്കും എന്ത്? റൊട്ടേറ്റ് റൈറ്റ്. നെക്സ്റ്റ് റൊട്ടേറ്റ് ലെഫ്റ്റ് വിത്തൗട്ട് ക്യാരി. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യിക്കാം. ഈ സെയിം പ്രൊസീജിയർ തന്നെ ലെഫ്റ്റിൽ ചെയ്യാം. LSB is transferred to MSB and also to നോക്കിക്കേ, ഇതാണ് ROL ഇൻസ്ട്രക്ഷൻ. ROL ഇൻസ്ട്രക്ഷനകത്താണെങ്കിൽ ഇവിടെ നമുക്ക് 0 to 15 ഉണ്ട്. ഇവിടെ MSB കണ്ടോ? MSB ആണ് ഈ ക്യാരി ഫ്ലാഗിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈ MSB തന്നെ ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ പോവുകയും ചെയ്യും. വീണ്ടും ഒന്നും കൂടെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്? അടുത്ത 0 ആയിരിക്കുന്നത് അല്ലേ? ആ 0 എന്നുള്ള പൊസിഷൻ ഒന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും,
അത് തന്നെ എവിടെയും പോവും, LSBയിലോട്ടും പോവും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. അതായത് നമുക്ക് MSBയിലുള്ള കണ്ടൻറ്റ് ക്യാരി ഫ്ലാഗിലോട്ടും പോവും, ആ MSBയിലുള്ള കണ്ടൻറ്റ് തന്നെ എങ്ങോട്ടേക്കും പോവും, ഇവിടെ വന്ന് LSBയിലോട്ടും വന്നിട്ട് റൈറ്റായിട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഈ ഒരു ഡയറക്ഷനിൽ, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട്. നേരത്തെ ക്ലോക്ക് വൈസ് ആയിട്ടായിരുന്നു, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കിക്കേ, RCL ഡെസ്റ്റിനേഷൻ കോമ കൗണ്ട്. അപ്പോൾ ലെഫ്റ്റ് കൊണ്ട് C ഉണ്ട്, C റൊട്ടേറ്റ് ചെയ്യുന്നത് റൊട്ടേറ്റ് ലെഫ്റ്റ് ത്രൂ ക്യാരി എന്നാണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ലെഫ്റ്റിലോട്ടാണ് അല്ലേ, അപ്പോൾ LSBനെ ഇങ്ങോട്ട് MSBയിലേക്ക് കൊണ്ടുവരും. ദെൻ MSB ഈസ് ട്രാൻസ്ഫർ ടു ക്യാരി ഫ്ലാഗ് ആൻഡ് ക്യാരി ഫ്ലാഗ് ടു LSB. ആ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ഒരു എക്സാമ്പിൾ നോക്കാം. നോക്കിക്കേ, എക്സിക്യൂഷൻ ഓഫ് RCL ഇൻസ്ട്രക്ഷൻ. അപ്പോൾ നമുക്ക് 0 to 15 വരെ ഉണ്ട്, 16 ബിറ്റ് നമ്പർ. അപ്പോൾ നമ്മൾ കൗണ്ട് 1 കൊടുക്കുകയാണ്. അതായത് ഈ ഒരു ഓപ്പറാൻഡ് അല്ലെങ്കിൽ ഈ 16 ബിറ്റ് നമ്പർ ഒരു തവണ RCL എന്നുള്ള ഓപ്പറേഷൻ ക്യാരി ഔട്ട് ചെയ്യണം, റൊട്ടേറ്റ് ലെഫ്റ്റ് ത്രൂ ക്യാരി. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഈ MSBയിലുള്ളത് ഇങ്ങോട്ടേക്ക് വന്നു അല്ലേ. ദെൻ ഈ ക്യാരി ഫ്ലാഗിൽ എന്താണോ ഉള്ളത് അത് ഇവിടേക്ക് വന്നു. വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ഫസ്റ്റ് പൊസിഷൻ അടുത്ത പൊസിഷനിലോട്ട് വരും, ക്യാരി ഫ്ലാഗിൽ എന്താണോ ഉള്ളത് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. വീണ്ടും റൊട്ടേറ്റ് കൊടുത്താൽ ഈ പൊസിഷനുള്ളത് ഫസ്റ്റ് വരും, MSBയിലോട്ട് പോവും, പിന്നെ ക്യാരി ഫ്ലാഗിലുള്ളത് എന്താണോ അത് ഈ പൊസിഷനിൽ ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ആവും, ലെഫ്റ്റാണ്. അപ്പം ഇങ്ങനെ റൊട്ടേറ്റ് ആവും ഈ ഒരു രീതിയിൽ, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട്. നെക്സ്റ്റ് RCR ഡെസ്റ്റിനേഷൻ കോമ കൗണ്ട്. ഇവിടെ നമ്മൾ എന്താണ് ഇപ്പം ചെയ്ത പ്രോസസ്സിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ. ഇവിടെ നോക്കിക്കേ, ഒരു എക്സാമ്പിൾ 0 to 15, ദെൻ ക്യാരി ഫ്ലാഗ് ഉണ്ട്. ഇവിടെ എന്താ ചെയ്യുന്നത്, ഈ ഫസ്റ്റ് ഒരു കൗണ്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കുക, കൗണ്ട് 1 ആണ്. കൗണ്ട് 1 RCR കൊടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ഈ LSBയിലെ 1 ഇങ്ങോട്ടേക്ക് വന്നു, ക്യാരി ഫ്ലാഗ് എന്താണോ അത് MSBയിലേക്ക് പോയി. ഓക്കെ ആണോ. ഇനി വീണ്ടും ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിലോ അടുത്ത വാല്യൂ ഇങ്ങോട്ടേക്ക് വരും, അതിനനുസരിച്ച് ഇത് ക്യാരി ഫ്ലാഗിൽ പോവും, ആ ക്യാരി ഫ്ലാഗിലെ വാല്യൂ MSBയിലേക്ക് വരും. അപ്പോൾ തിരിച്ച് നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അപ്പോൾ ഡയറക്ഷൻ തലതിരിഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പോൾ RCL ആണെങ്കിൽ LSB ടു MSB, ദെൻ MSB ഈസ് ട്രാൻസ്ഫർ ടു ക്യാരി ഫ്ലാഗ് ടു LSB. അപ്പോൾ ക്യാരി ഫ്ലാഗിലൂടെ കയറിയിട്ടാണ് ആ വാല്യൂ കൂടെ എടുത്തുകൊണ്ടാണ് പോകുന്നത്. നേരത്തെ ആണെങ്കിൽ ക്യാരി ഫ്ലാഗ് കൊടുക്കും, പക്ഷേ ആ വാല്യൂ എടുക്കത്തില്ല, പിന്നെ എടുക്കുന്നത് MSB തന്നെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ഈ ഒരു ഇത് ഓർത്തിരിക്കുക, LSB ടു MSB, MSB ടു CF ആൻഡ് CF ടു LSB ലെഫ്റ്റിൻ്റെ കേസിൽ. ദെൻ റൈറ്റ് ആണെങ്കിൽ MSB ടു LSB, LSB ഈസ് ട്രാൻസ്ഫർ ടു ക്യാരി ഫ്ലാഗ് ആൻഡ് ക്യാരി ഫ്ലാഗ് ടു MSB. അപ്പോൾ റൈറ്റിലോട്ടാണ്. അപ്പോൾ MSBയിൽ ഉള്ളത് LSBയിലേക്ക് വരും, LSBയിലുള്ളത് ക്യാരി ഫ്ലാഗിലോട്ട് പോകും, ക്യാരി ഫ്ലാഗിലേക്കുള്ളത് വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് MSBയിലേക്ക് വരും. ആ ഒരു സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് സ്ട്രിങ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ സീക്വൻഷ്യലി സ്റ്റോർഡ് ബൈറ്റ്സ് ഓർ വേർഡ്സ്. അപ്പോൾ ഒരു സെറ്റ് ഓഫ് ബൈറ്റ്സ് ഓർ വേർഡ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രിങ് അല്ലേ. അപ്പോൾ നമുക്ക് 8086-നകത്ത് സ്ട്രിങ് ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ച് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് മൂവ് SB, മൂവ് S വേർഡ്. അതായത് മൂവ് string byte, move string word. It causes moving of byte or word from one string to another. In this instruction, the source string is in data segment
referred by DSSI and destination string is in extra segment referred by ESDI. അപ്പോൾ നമുക്ക് ഇതൊരു ഇൻബിൽറ്റ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സോഴ്സ് ഇതായിട്ട് ആക്ട് ചെയ്യും, ഡാറ്റ സെഗ്മെൻറ്റും, ഡെസ്റ്റിനേഷൻ എന്തായിട്ട് ആക്ട് ചെയ്യും, എക്സ്ട്രാ സെഗ്മെൻറ്റുമായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഫോർ എക്സാമ്പിൾ മൂവ് എസ് string 1, string 2. അപ്പോൾ string 2 എന്നുള്ളത് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? string 1 എന്നുള്ള അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. ആ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും, ഡേറ്റ സെഗ്മെൻറ്റും എക്സ്ട്രാ സെഗ്മെൻറ്റും ആയിരിക്കും. മൂവ് സ്ട്രിങ് ബൈറ്റും കൊടുക്കാം, ദെൻ മൂവ് സ്ട്രിങ് എന്താണ്? വേർഡും കൊടുക്കാം. നമുക്ക് 8 ബിറ്റായിട്ട് മൂവ് ചെയ്യാം, 16 ബിറ്റായിട്ടും എന്ത് ചെയ്യാം? മൂവ് ചെയ്യാം. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനാണ് ലോഡ് സ്ട്രിങ് അല്ലെങ്കിൽ ലോഡ് എസ് ബി, ലോഡ് സ്ട്രിങ് ബൈറ്റ്, ലോഡ് സ്ട്രിങ് വേർഡ്. എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ, സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റ സെഗ്മെൻറ്റും ഡെസ്റ്റിനേഷൻ എപ്പോഴും അക്യുമുലേറ്ററിലായിരിക്കും. അപ്പോൾ ആ ഡെസ്റ്റിനേഷൻ സെഗ്മെൻറ്റ് സ്പെസിഫൈ ചെയ്യുന്ന അതിനകത്ത് SI എന്നുള്ള ഓഫ്സെറ്റ് വെച്ചിട്ട് ഡെസ്റ്റിനേഷൻ സെഗ്മെൻറ്റിലെ അഡ്രസ്സ് കണ്ടുപിടിച്ച് ആ സ്ട്രിങ് എടുത്തിട്ട് എന്തിലേക്ക് ലോഡ് ചെയ്യിക്കുക? അക്യുമുലേറ്ററിൽ ലോഡ് ചെയ്യിക്കുക. അതാണ് ലോഡ് സ്ട്രിങ്. ദെൻ സ്റ്റോർ സ്ട്രിങ്, ഇപ്പോൾ STOS, STOSB, STOSW, it causes the transfer of byte or word from one string to another. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സ്ട്രിങ്ങിനെ വേറൊരു ലൊക്കേഷനിലോട്ട് എന്ത് ചെയ്യിക്കാം? ട്രാൻസ്ഫർ ചെയ്യിക്കാം. In this instruction, the string in extra segment referred by ES offset DI transferred to accumulator. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്ട്രാ സെഗ്മെൻറ്റിലുള്ളതിനെ അക്യുമുലേറ്ററിലേക്ക് എന്ത് ചെയ്യിക്കും? സ്റ്റോർ ചെയ്യിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് ഏതൊക്കെ സെഗ്മെൻറ്റിലാണെന്ന് വർക്ക് ചെയ്യുന്നത് ഒന്ന് ഓർത്തിരിക്കുക. ദെൻ കമ്പയർ സ്ട്രിങ്, ഇറ്റ് കമ്പയർസ് ദ സ്ട്രിങ് ബൈറ്റ്സ് ഓർ വേർഡ്സ്. അപ്പോൾ രണ്ട് സ്ട്രിങ്സ് തമ്മിൽ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ CMPS എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഡെസ്റ്റിനേഷൻ സോഴ്സ് കൊടുത്താൽ മതി. ദെൻ സ്കാൻ സ്ട്രിങ്, it scans a string SCAS. It compares the string with byte in AL or with word in AX. അതായത് വെറുതെ നമ്മൾ SCAS എന്ന് കൊടുത്തു കഴിഞ്ഞാൽ AL അക്യുമുലേറ്റർ രജിസ്റ്ററിലുള്ള കണ്ടൻറ്റുമായിട്ട് അത് എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും. ഓക്കെ ആണല്ലോ. ഇവിടെ നമുക്ക് കമ്പയർ ഏത് സോഴ്സും ഡെസ്റ്റിനേഷൻ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഇവിടെ ആണെങ്കിൽ അക്യുമുലേറ്ററിൽ 8 ബിറ്റ് ആണെങ്കിൽ ALുമായിട്ട് കമ്പയർ ചെയ്യും, 16 ബിറ്റ് ആണെങ്കിൽ AXുമായിട്ട് കമ്പയർ ചെയ്യും. നെക്സ്റ്റ് റിപ്പീറ്റ്. അപ്പം ഇത് നമ്മൾ ഒരു ഇൻസ്ട്രക്ഷന് മുമ്പേ കൊടുക്കുന്നതാണ്. ഇറ്റ് കോസസ് എ റെപ്പിറ്റേഷൻ ഓഫ് ദ ഇൻസ്ട്രക്ഷൻ അണ്ടിൽ CX ബിക്കം 0. അപ്പം മൂവ് SB എന്ന് കൊടുത്താൽ എന്താണ്? ഈ പ്രോസസ്സ് CX എന്നുള്ള രജിസ്റ്ററിൽ എത്ര തവണ നടക്കണമെന്നുള്ളത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ആ CXലെ കണ്ടൻറ്റ് 0 ആവുന്നവരെ ഈ മൂവ് സ്ട്രിങ് ബൈറ്റ്, ആ മൂവ് എന്നുള്ള ഓപ്പറേഷൻ അവിടെ എന്ത് ചെയ്യുക? ആ സ്ട്രിങ് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ആ ഓപ്പറേഷൻ റിപ്പീറ്റ് ചെയ്യിക്കാനായിട്ടാണ് നമ്മൾ റിപ്പ് മൂവ് SB എന്ന് കൊടുക്കുക. ഇറ്റ് കോപ്പീസ് ബൈറ്റ് ബൈ ബൈറ്റ് കണ്ടൻസ്, റിപ്പീറ്റ്സ് ദി ഓപ്പറേഷൻ മൂവ് SB അണ്ടിൽ CX ബിക്കംസ് 0. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉള്ളത്. 8086ൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ് നല്ല തറവായാൽ മാത്രമേ നമുക്ക് അതിൻ്റെ കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാംസ് വരുമ്പം ഓരോ ഔട്ട്പുട്ടിലും എന്താ കിട്ടുന്നതെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഈ ഇൻസ്ട്രക്ഷൻ സെറ്റ് നന്നായിട്ട് ബൈഹാർട്ട് ചെയ്യുക. ദെൻ അഡ്രസ്സിങ് മോഡ്സും കൂടെ നോക്കിയിട്ട് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് MCQs അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.